എന്തുകൊണ്ടാണ് കേരളത്തിൽ വെയർഹൗസുകൾക്ക് ഡിമാൻഡ് എന്ന് പറയാൻ കാരണം? അതായത് നാഷണൽ ഹൈവേയുടെ വർക്ക് ഏകദേശം പണി പൂർത്തിയാവാറായി. വിഴിഞ്ഞം പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല കൊമേഴ്സ് പോലെയുള്ള വൻകിട കമ്പനികൾ വ്യാപകമായിട്ട് എല്ലാ സിറ്റികളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റീസൺ ഇപ്പം കസ്റ്റമേഴ്സിന് ഇന്ന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് ഡെലിവറി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികൾക്കും വളരെ ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യൂണിറ്റുകൾ എല്ലാ സിറ്റികളിലേക്കും ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇത്തരം യൂണിറ്റുകൾക്ക് നമ്മൾ കേരളത്തിൽ വളരെ ഡിമാൻഡ് ഉണ്ട്. പക്ഷേ അധികം ആളുകളും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം അതർ സ്റ്റേറ്റ്, ഇപ്പോൾ തമിഴ്നാട്, കർണാടക സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി അധികം വെയർഹൗസ്, കോൾഡ് സ്റ്റോറേജ്, മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ രണ്ട് സാധ്യതകളാണ്. ഒന്ന്, നമുക്ക് നേരത്തെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്കതിനെ റെൻ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ, നമുക്ക് ഡെവലപ്പ് ചെയ്തതിന് മുമ്പായിട്ട് ഒരു ടെനൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു കൊടുക്കാൻ പറ്റും. പല ആളുകൾ പ്രിഫർ ചെയ്യുന്നതാണ്. അതിൻ്റെ റീസൺ ആളുകൾക്ക് ഒരു പേടിയാണ്. കാരണം ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് കിട്ടുമോ, അല്ലെങ്കിൽ അത് റെൻ്റ് ആവുമോ, ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ്ടേ. ഇവിടെ ഒരു കാര്യം, നിങ്ങളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്, അതും അല്ലെങ്കിൽ ഫ്ലാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ROE മീറ്റ് ചെയ്യണമെങ്കിൽ എത്ര വർഷം എടുക്കും അല്ലേ? നമുക്ക് കുറേ കാലം താമസം എടുത്തിട്ടാണ് അതിൻ്റെ ROE മീറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു വെയർഹൗസിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ROE മീറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹ്യൂജ് സ്പേസ് ആയിരിക്കും. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000, 2000, 3000 സ്ക്വയർ ഫീറ്റ് തൊട്ട് അങ്ങനെ കൂടുതൽ സ്ക്വയർ ഫീറ്റിൽ ആവശ്യം വരുന്ന കമ്പനികളുണ്ട്. നേരെ മറിച്ച് ഒരു വെയർഹൗസിന് എപ്പോഴും ആവശ്യം വരുന്നത് 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലേക്കാണ്. 50,000, 1,00,000 സ്ക്വയർ ഫീറ്റ് വരെ കേരളത്തിൽ നിലവിലുള്ള കമ്പനികളെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പം 1,00,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 ലക്ഷം തൊട്ട് 25 ലക്ഷം വരെ മിനിമം റെൻ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ്. അപ്പം ഇതിനെക്കുറിച്ച് പല ആളുകൾക്ക് അറിയില്ല. ഇനി നമുക്ക് നോക്കാം, ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഫ്ലാറ്റ്, ഇതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ടൈം നമ്മൾ എടുക്കുന്നുണ്ടോ അല്ലേ? നമ്മൾ ടൈൽസ്, അതിൻ്റെ പൈപ്പ് ലൈന്, വയറിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് എത്ര ടൈം എടുത്തിട്ടാണ് നമ്മളത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്? റെൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു വാല്യൂ കിട്ടുന്നുണ്ടോ? നേരെ മറിച്ച് ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മളൊരു സ്റ്റീൽ സ്ട്രക്ചർ നമ്മൾ PV അടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിൽഡപ്പ് ചെയ്യുന്നു, അതിനൊരു ബാത്റൂം സെറ്റപ്പ് കൊടുക്കുന്നു, നേരെ റെൻ്റ് ഔട്ട് ചെയ്യുന്നു. പർപ്പസ് ഇത്രയേ ഉള്ളൂ, സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെയർഹൗസ്, അതാണ് അതിൻ്റെ പർപ്പസ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. കാരണം ഇതിനകത്ത് തന്നെ നമ്മൾ ലാൻഡ് എടുക്കുന്ന സമയത്തും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാസീവായിട്ടുള്ളൊരു ഇൻകം നമുക്ക് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ലോങ് ടൈമിലേക്ക്, അതായത് വിത്തൗട്ട് എനി മെയിൻ്റെനൻസ്, നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് അധികം മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല. ഇപ്പം PB സ്ട്രക്ചറിൽ നമ്മളൊരു വീഡിയോ ഫ്ലോറിംഗ് കൊടുത്തിട്ട് നമ്മളൊരു വെയർഹൗസ് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ 20 വർഷത്തേക്ക് അല്ലെങ്കിൽ 25 ഇയേഴ്സിനകത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അതിനകത്ത്, വിത്തൗട്ട് എനി മെയിൻ്റെനൻസ്. ഇനി അഥവാ ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യും, അത് ടെനൻസ് അവർ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകുന്ന സിറ്റുവേഷനാണ് നോർമലി കാണാൻ കഴിയുന്നത്. സോ ഈ രീതിയിലുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കുവാനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡൗട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1-to-1 സെക്ഷൻ വേണമെങ്കിൽ എന്നെയായിട്ടുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്.